₹20 സൂപ്പർ ചാറ്റ് ചെയ്ത് തിരിച്ച് ചോദിക്കുന്നില്ല. പകരം ഒരു ലൈവ് കോൽമുട്ടായി ചോദിച്ചെങ്കിൽ മഞ്ചാൻ സം ഓൾഡ് മിഠായി ലൈവ് ഫുൾ ഓരോന്ന് മാറി മാറി ഈറ്റ് ചെയ്ത് ലൈവ് ചെയ്തൂടെ? കോൽമുട്ടായി കഴിച്ചോണ്ട് ഇങ്ങനെ നിക്കാം. പൊളിക്കും ഫ്ലേവേർഡ് എന്നോ. MDQ ബ്രോ താങ്ക് യു സോ മച്ച്. അത് SAR 84.9. താങ്ക് യു സോ മച്ച്. ആന്റണി ജേക്കബ് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ക്രാക്കൻ ബ്രോ താങ്ക് യു സോ മച്ച് അത് 20. എക്സനസ് ദാമു താങ്ക് യു സോ മച്ച് അത് ₹40 സൂപ്പർ ചാറ്റ്. തുളു താങ്ക് യു സോ മച്ച് അത് 100. ഹായ് എണ്ണ ഹായ് ഗൈസ് എല്ലാവർക്കും ഹായ്. വിശ്വ മ്യൂസിക്കിനെ അറിയാവുന്നോ? അയ്യോ ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് റെക്കമെൻഡ് ചെയ്യലേന്ന് പ്രാർത്ഥിച്ചിരിക്കുക. പുള്ളിയുടെ പാട്ടിനെ ഞാൻ ഒന്നും പറയണില്ല. പക്ഷെ വേറെ എന്തൊക്കെയോ ആൾക്കാർ വഴിയെ പോണവരെയൊക്കെ വിളിച്ചിട്ട് വിശ്വ മ്യൂസിക്കിനെ അറിയുമെന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാൻഡ് ആയിട്ടൊരു സാധനം ചെയ്യും. അത് കാണുമ്പോഴാണ് പുള്ളിയെ നോർമലി കണ്ടാൽ ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പുള്ളി ചെയ്യുമായിരിക്കും. പക്ഷേ പുള്ളിയുടെ ഒരു വൃത്തികെട്ട മറ്റേ ആൾക്കാരെ വെച്ചുകൊണ്ട് അഭിനയിക്കുന്ന ഒരു റീൽസ് ഇടും. അവൻ എൻ്റെ ചോദ്യം കണ്ടാൽ അടിച്ചങ്ങ് കീറി കൊടുക്കാൻ തോന്നും. സത്യം പറയാലോ, ഞാനത് കുറേ കണ്ടു. ഞാനതിപ്പോൾ ബ്ലോക്കാക്കി വെച്ചിരിക്കുക. സ്ക്രീൻ ബ്ലാക്ക് ആണ്. അയ്യോ മാറ്റാടോ, ഒരു മിനിറ്റ്. ഇത് എവിടെയായിരുന്നു ഡിസ്പ്ലേ ക്യാപ്ചർ? അയ്യോ BGMA അല്ലല്ലോ. എന്തൊക്കെയോ സ്ക്രീനിൽ വന്ന്. ഗൈസ് എല്ലാവർക്കും വെൽക്കം. സുഖമാണോ അണ്ണാ? ഇന്ന് എല്ലാവരും ഉണ്ടോ? ഷൈജു പി വർഗീസ് ബ്രോ എല്ലാവരും ഉണ്ട്. അത്യാവശ്യം എല്ലാവരും ഉണ്ട് ബ്രോ. എല്ലാവരും കയറുമായിരിക്കും. നസീൻ ബ്രോ താങ്ക് യു സോ മച്ച് അത് 20. അണ്ണനോട് ഓക്കെ എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ പനി പിടിച്ച് കിടക്കുക, ഹോസ്പിറ്റലിൽ പോയി ചന്തിക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ച് കിടക്കുക. ശുഭമെന്ന്. അപ്പോൾ ബ്രോ എല്ലാം പെട്ടെന്ന് മാറട്ടെ. ജെഫിൻ കേസ് മച്ച ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് വിഷയോ? ജെഫിൻ കേസ് ബ്രോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബ്രദർ. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. 5090 ബിൽഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ബേബി അപ്ഡേറ്റ്. 5090 ബിൽഡ് ചെയ്യുന്നുണ്ട് ബ്രോ. എനിക്ക് കേരളത്തിലെ ഫസ്റ്റ് 5090 എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിരിക്കുകയാണ്. സാധനം നമുക്ക് കിട്ടാൻ കുറച്ച് ഡിലേ വരും. ഇന്ത്യയിൽ അത് ഇതുവരെ ലോഞ്ചായി സെയിലായി തുടങ്ങിയില്ല. അപ്പം ഇറങ്ങിയ ഉടനെ എടുക്കും. ഞാൻ എൻ്റെ 4090 എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാനുള്ള പ്ലാനാണ്. ജിതിൻ മെനി ബ്രോ താങ്ക് യു സോ മച്ച് അത് 20. കഴിച്ചോ അണ്ണ? ഇല്ല ബ്രോ. ജോക്കർ ബ്രോ മന്തി ഓർഡർ ചെയ്ത് തന്നു. മന്തി അവിടെ ഇരിപ്പുണ്ട്. ഈ മന്തി കഴിക്കണം. ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈന വെച്ച് ബ്രോ താങ്ക് യു സോ മച്ച് അത് 100. അണ്ണ എന്ത് ലേറ്റ് ആയത്? ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര സീനാണ് ഇപ്പോൾ ഇവന്മാരുടെയൊക്കെ കൂടെ നടന്ന്. കുറേ നാള് ഇതായിരുന്നു കുറേ നാളെ എനിക്ക്. ഇപ്പൊ രഘുലിന്റെ കൂടെ നടന്ന് അല്ലേ ഇതാണ് ഇപ്പൊ പുതിയ ട്രെൻഡ്. അതാണ് മനസ്സിലായേ? സ്നൈപ്പ് മോണ്ടേജ് എടാ കാണാം. നമ്മൾ ഇപ്പൊ റിയാക്ഷൻ ചെയ്താൽ ശരിയാകത്തില്ല. നമുക്ക് ഇപ്പൊ കയറിയിട്ടൊക്കെ കാണാം. അതാണ് നല്ലത്. വിഷ്ണു താങ്ക് യു സോ മച്ച് 29. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഈകളെ സുഖമല്ലേ? ഓർമ്മയുണ്ടോ? ആഷിഫ് ഗഫൂർ ബ്രോ. പിന്നെ ഓർമ്മയില്ലാതെ ആരാണ്? ലൈവിൽ എപ്പോഴും വരാറുണ്ടോ? ആഷിഫ് ബ്രോ താങ്ക് യു സോ മച്ച്. എന്താ വരാത്ത ലൈവില്? വിച്ച് ബ്രോ താങ്ക് യു സോ മച്ച്. മൈ ബാഡ്. അതെ ഇതൊക്കെയാണ് ഇപ്പൊ മൈ ബാഡ്. ഇതൊക്കെയാണ് ഈ സൈഡിൽ എൻ്റെ മൊബൈലിലാണ് കുറച്ചുകൂടെ സ്പീഡിൽ കമൻ്റ് ഒക്കെ ലോഡാവുന്നത്. സ്കൂളിൽ പ്രിൻസിപ്പളിനെ തെറി വിളിച്ച ചെക്കനോട് എന്താണ് പറ്റിയ അഭിപ്രായം? സ്കൂളിൽ പ്രിൻസിപ്പളിനെ തെറി വിളിച്ചു? ഓക്കെ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ സമയത്ത് പ്രിൻസിപ്പളിന് റൂമിലോട്ട് വിളി. എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കണ സമയത്ത് ബിന്ദു ടീച്ചറായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ വരാന്തേ കൂടെ ആ ചൂരിലും കൊണ്ട് പോകുമ്പോഴേ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആരെങ്കിലും ഒന്ന് ശ്വാസം വിട്ടാൽ കേൾക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയൊന്നും ഇല്ലടാ. ഭയങ്കര സീനാണത്. ഇവനെയൊക്കെ പിടിച്ച് ചന്ത ചേർത്ത് പൊളക്കനെ അടിക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം ഗൈസ്? ഇപ്പൊ കൊച്ചു പിള്ളേർ വരെ സ്കൂളിൽ തല്ലിയ കേസ് കൊടുക്കാൻ പേരൻസ് വരെ നിൽക്കും. മനസ്സിലായ? എന്നെയൊക്കെ കൊച്ചിലെ വാരി പറക്കിയിട്ട് അടിച്ചിട്ടുണ്ട് ടീച്ചർമാരൊക്കെ. എൻ്റെ അച്ഛനും അമ്മയൊന്നും ഇതുവരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിട്ടില്ല. കാരണം അറിയാം നമ്മുടെ സ്വഭാവം എന്തുവാന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായ? വാരി പറക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നെയൊക്കെ. മാത്സ് ടീച്ചറിൻ്റെ ഞുള്ള് ഇവരുടെയൊക്കെ അടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നൈറ്റ് മെയർ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ തല്ലിയാൽ ട്രോമയൊക്കെ ആവും. മനസ്സിലായ? അതാണ് പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതാണ് മെയിൻ പ്രശ്നം. സ്കൂളിലൊക്കെ നല്ല തല്ലൊക്കെ കൊടുക്കണം. നല്ല തല്ലൊക്കെ കൊടുത്ത് വളർത്തണം. എന്നാലും പിള്ളേർ നന്നാവുള്ളൂ. അണ്ണ ഒരു PS4 എടുത്ത് തരുമോ? സൂര്യ 40 രൂപ. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ 40 രൂപയും PS4ഉം. നിനക്ക് BMW എടുത്തുതരാം ഞാൻ. ഒരു 2 വർഷം കഴിയുമ്പോൾ നിനക്കൊരു BMW എടുത്തുതരാം. 3 വർഷം കഴിയുമ്പോൾ നിന്നെ ഞാൻ പെണ്ണ് കെട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഹണിമൂൺ ട്രിപ്പ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്ത് തരാം. തായ്ലൻഡോ മാൽദീവ്സോ. നിനക്ക് എവിടെ വേണം? മാൽദീവ്സ് വിടാം.
അതും കഴിഞ്ഞിട്ട് നിന്റെ കോച്ചിൻ്റെ പേരെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള നിന്റെ സുഖവാസം, ഇതെല്ലാം കൂടെ ഞാനങ്ങ് സ്പോൺസർ ചെയ്യാം. നീ ഒരു 10 രൂപയുടെ സൂപ്പർ ചാറ്റ്. അവൻ ഞാൻ PS5 മേടിച്ചു തരാം നിനക്ക്. വാസുമോനെ മൈസൂർ പഴം വേവിച്ച് തരുമോ? കക്കൂസി പോവാനാണോ? മൈസൂർ പഴമോ? അതെന്ത് സാധനം? മൈസൂർ പഴം എന്താ ഗൈസ്? അതെന്ത് സാധനം? അണ്ണാ ഞാൻ പ്രപ്പോസലായി പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവള് റിജക്റ്റ് ചെയ്തു. എനിക്കിപ്പം ഒന്നിനും ഒരു മൂഡില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് പ്രപ്പോസലാണ്. എടാ, ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പൊട്ടുമ്പോഴൊരു വിഷമം ഉണ്ടാവും. ഇപ്പം എക്സാമ്പിൾ നീ നിന്റെ കൂട്ടുകാരനോട് നേരെ പോയൊരു ബിസിനസ് തുടങ്ങുന്നു. അത് പൊട്ടിയിട്ട് അവൻ അടുത്ത ദിവസം കഴിയുമ്പോൾ എന്തായാലും അടുത്ത ബിസിനസ്സായിട്ട് വരുവേ, ഉറപ്പാണ്. അളിയാ പഴക്കച്ചവടം പോയി, ഇനി നമുക്ക് വല്ല കശുവണ്ടിയോ വണ്ടിപ്പരിപ്പോ എന്ന് പറഞ്ഞിട്ട് അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അവൻ വരും. അപ്പോൾ അവനെ നീ ആട്ടി വിടില്ലല്ലോ. ചിലപ്പോൾ ഒരു വഴക്കൊക്കെ പറയുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയും, എടാ നമുക്ക് അടുത്ത ബിസിനസ് തുടങ്ങാം. തളരരുത് അവിടെ. അങ്ങനെ അടുത്ത ബിസിനസ് തുടങ്ങാമെന്ന് പറയുന്നതിനാണ് കൂട്ടുകാരൻ. ആ കോൺഫിഡൻസ് നിനക്ക് ഇതിലും വേണം. ഫസ്റ്റിൽ നിന്ന് നീ റിജക്റ്റ് ആയെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസോടുകൂടി അടുത്തത്, മനസ്സിലായി? അത് പോട്ടെ. അതിലൊന്നും ഒരു കാര്യമില്ല. BRP ബ്രോ, താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എടാ, ഇതിലൊക്കെ നിങ്ങൾ ഈ ജനറേഷനിലുള്ള കുറേ പിള്ളേരുടെ പ്രശ്നമാണ്. ഡിപ്രഷൻ, ഇതിലൊക്കെയാണ് നിങ്ങളൊക്കെ. അല്ല, ലവ് റിജക്റ്റായി, അത് റിജക്റ്റായി. നിങ്ങളെ കുറ്റം പറയണില്ല കേട്ടോ. നിങ്ങളുടെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതല്ല സീൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവടാ, ഇതൊന്നും അല്ല നമുക്ക് ഡിപ്രഷൻ വരാനുള്ള റീസൺസ്. വേറെ വലിയ സാധനങ്ങളൊക്കെ വരും, മനസ്സിലായ? അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യേ ഞാൻ ഇതിനായിരുന്നോ വിഷമിച്ചിരുന്നതെന്ന് പറഞ്ഞ് ക്രിഞ്ച് അടിച്ചിരിക്കും. മോട്ടിവേഷൻ സ്പീക്കർ ആണോ? എടാ, എന്നെ എങ്ങനെ ഇപ്പം അറിയപ്പെടുന്നത്? മോട്ടിവേഷൻസ് ഒക്കെ ഇടും. മോട്ടിവേഷൻസ് ഒക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻസ് ഒക്കെയാണ് ഇപ്പം സാധനം, മനസ്സിലായ? പക്ഷെ മോട്ടിവേഷൻ മൂക്കുത്തിയും അതൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ മോട്ടിവേഷൻ അല്ല കേട്ടോ. ആ കുറച്ചായി ഉണ്ട്. ഇനി എന്നും കാണാം. ആഷിഫ് ഗഫൂർ ബ്രോ, ഉറപ്പായിട്ടും കാണാം ബ്രോ, ഉറപ്പായിട്ടും. അണ്ണ എന്നെ സന്തോഷ് പണ്ഡിറ്റ്, അതെ അണ്ണ, സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് ഉള്ള കാലമൊന്നും. മനസ്സിലായില്ലടാ, അതെന്താ? സൈലന്റ് വ്യൂവർ റിപ്പോർട്ടിങ്. സുഹേൽ ജൂനിയർ പോയില്ലേ? സൈലന്റ് വ്യൂവർഷിപ്പ് ഇന്ന് പോയില്ലേ? കമന്റ് ഇട്ടില്ലേ നീ? മണി മേക്ക് പവർ, അത്രേ ഉള്ളൂ. ഈഗിളേട്ടാ മറ്റേ സമീഹ ബെല്ലാരി നോനു സെറ്റായി. ഏത് സമീഹ? ഇതൊക്കെ ആര്? മണി അണ്ണ എന്താ ഇവിടെ വരാത്തേ? എന്താടാ വരാത്തേ? ഈഗിളേട്ടാ മറ്റേ ഇത് കണ്ടോ? എനിക്ക് അതിൻ്റെ അപ്പം താഴോട്ടുള്ളതൊന്നും വരുന്നില്ല. ഇതൊക്കെ അതിന് മുകളിലാണോ? സുഖമാണോ? മണി മേക്സ് പവർ. എടാ അത് സത്യമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ റവന്യൂ കാണിച്ചോണ്ടല്ലേ ഞാൻ എൻ്റെ ലൈവ് ചെയ്യുന്നത്. ഇത് കണ്ടോ? ഈ 3400 രൂപ ഞാൻ ഇത്ര നേരം നിങ്ങളോട് തന്നെ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ 40% ഒക്കെ കട്ടാവും. എന്നാലും ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മുടെയൊക്കെ ഇതിനകത്തുള്ള, അതായത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് പണിയെടുത്താൽ അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയണത് ചിലപ്പോൾ 1000 രൂപയായിരിക്കും, മനസ്സിലായ? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഈ പറയണത് പോലത്തെ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്ന ആ ഇനിഷ്യലി നമ്മൾ ചൂസ് ചെയ്യണ ആ ഒരു സംഭവം ഇല്ലേ, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു ലക്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ വേണം. ബട്ട് സ്റ്റിൽ എടാ എൻ്റെ നെറ്റ് പോയോ? കേരള വിഷൻ മോട്ടിവേഷൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് പോകരുത് പ്ലീസ്. പ്ലീസ് ഞാൻ എൻ്റെ നെറ്റ് പോയി. എൻ്റെ നെറ്റ് പോയി, കിട്ടുന്നില്ല. അണ്ണാ ഞാൻ ബാത്റൂമിൽ ഇരിക്കുക, എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. എനിക്ക് വേണ്ടി ഒന്ന് മുക്കാവോന്ന് ശ്രീജിത്ത്. എടാ എന്തൊക്കെ തരം ആൾക്കാരാടാ ഇവിടെ? നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? അണ്ണാ എന്നെ മനസ്സിലായോ? ഇന്നലെ നമ്മൾ പിക്ക് എടുത്തില്ലേ കടയിൽ വെച്ച്? നിരഞ്ജൻ ബ്രോ, പിന്നെ മനസ്സിലാവാതെ നമ്മൾ കുറച്ച് ഇതാരാ 20 ഷാനു തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് 20 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഒരു ചിരി അപ്ഡേറ്റ്. അതൊന്നും പറഞ്ഞില്ല, അത് നമ്മളെ വിളിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് പോകണം. 2 ഇട്ടാലുള്ള പ്രശ്നമേ ഉള്ളൂ അവനക്ക്, അത്രേ ഉള്ളൂ, പിന്നല്ല. 40 രൂപയ്ക്ക് PS4 കൊടുക്കുന്നു എന്ന് കേട്ടു. കമൽ ബ്രോ, കെട്ടിക്കുള്ള പ്രായമല്ലോ നിങ്ങൾ. DP ഒക്കെ കണ്ടിട്ട് എന്തിന് PS5 ചോദിച്ചു കിടക്കണം ഇപ്പോഴും? ഒരു പെണ്ണൊക്കെ കെട്ടി സെറ്റായ പെട്ടെന്ന്. അണ്ണാ ഞാൻ കോട്ടയം ലുലു കയറി. ഞാനും കഴിഞ്ഞ ദിവസം കയറിയായിരുന്നു. ഞാൻ തിരുവനന്തപുരം ലുലു കയറിയായിരുന്നു. ഞാൻ
പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ 3 നിലയിൽ പോയി സാധനം ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫസ്റ്റ് ഫ്ലോറിൽ പോയി സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്ന് ഞാനും കയറി ഓർമ്മയില്ലേ സെയിം വിച്ച് വിതിൻ ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ്. നീ വെള്ളം അടിക്കാറില്ലല്ലോ, തക്കാമൊക്കെ ഉണ്ട്, കൊടുത്തു വിടണ്ടല്ലോ. ജോഗർ ബ്രോ അതെ എനിക്ക് സ്മെൽ അലർജിയാണ്. ഇവിടെ വില്ലൻ ബ്രോ ഒക്കെ ഉണ്ട്. ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 3 പെഗ് ഇല്ലാതെ പുള്ളിക്ക് പറ്റൂല. ഫുഡ് കഴിക്കണ സമയത്ത് ഡെയിലി അങ്ങേർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 3 പെഗ്ഗെങ്കിലും അടിക്കണം പുള്ളിക്ക്. വയസ്സായതിൻ്റെ ഓരോ നിർബന്ധങ്ങളെ. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്. ജോഗർ ബ്രോ പുള്ളിക്ക് കൊടുത്തു കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ ബാറിൽ വെച്ചോളാം, കുഴപ്പമില്ല, ഞാൻ അവിടെ വെച്ചോളാം. എനിക്ക് മണം പറ്റൂല. ജോഗർ ബ്രോ കൊടുത്തു കേട്ടോ. അടിച്ചോളും. വില്ലൻ ബ്രോ അടിച്ചോളും. പുള്ളിക്ക് വയസ്സായതിൻ്റെ കുറേ മൂഷാട്ടുകളുണ്ട്. എത്ര പറഞ്ഞിട്ട് കേൾക്കത്തില്ല, അനുസരണ കുറവാണ്. ശരിയാക്കി എടുക്കാം. അപ്പോൾ 10 മണിയായി, നമുക്ക് കൊണയം കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് സിറ്റിയിൽ കയറാം, അതാണ് നല്ലത്. എന്നാ ഒരു ഹായ് തരുമോ ഗൈസ്? എല്ലാവർക്കും ഹായ്. അതെ. അപ്പം നമുക്ക് കൊണയം കൊണ്ട് അവസാനിപ്പിച്ച് നമുക്ക് സിറ്റിയിലോട്ട് കയറാം. കുറേ നേരം ആയില്ലേ, 15 മിനിറ്റായി. ബെൻസെക്സ് എവിടെ? ബെൻസെക്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതായിട്ട് കൊണ്ടുപോയിട്ടില്ലടാ. അത് അന്ന് ആ സിറ്റിയിൽ കിട്ടിയതാ. മഹി ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണാ അവന് വേണ്ടി മുക്കിയാൽ എനിക്ക് വേണ്ടി മുക്കണം. പരുന്തുവേലായവൻ. എല്ലാം നീ എന്നെ ഏൽപ്പിക്കണം. അങ്ങനെ ഒരു കാര്യം ഞാൻ നിനക്ക് വേണ്ടിയൊക്കെ മുക്കാം. നീയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നിനക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഞാൻ വന്ന് ചെയ്തു തരാം. അങ്ങനെയാണ് ഞാൻ ആ ഡീലിന് റെഡിയാണ്. എല്ലാം നീ എന്നെ ഏൽപ്പിക്കണം. പക്ഷെ എല്ലാം മനസ്സിലായ, എല്ലാം ഏൽപ്പിക്കണം എന്നെ. അങ്ങനെയാണ് ഞാൻ നിനക്ക് മുക്കിത്തരാം. എൻ്റെയൊക്കെ ചോദ്യം അണ്ണാ എനിക്ക് തരണേ PS5. എല്ലാവർക്കും തരാം. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരു PS5 പദ്ധതി. അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. മനസ്സിലായി? എല്ലാവർക്കും PS5 എത്തിച്ചേരാം. ഈഗിൾ ബ്രോ സുഖമാണോ? റംദാസ് നായർ ബ്രോ സുഖമാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. അവനൊക്കെ ഏൽപ്പിക്കാൻ വന്നിരിക്കണം എന്നെ. എന്തൊക്കെ ഏൽപ്പിക്കാൻ.